ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ ഹോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഐക്യയിലൊന്ന് പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ അതേ ഐക്യയിൽ നമ്മൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് കാര്യമായിട്ടുള്ളത്. കണ്ടെയ്നേഴ്സാണ്, നല്ല നല്ല പ്ലാസ്റ്റിക്കിൽ വരുന്ന കണ്ടെയ്നേഴ്സാണ്. ഇത് 3 സെറ്റിന് 150 രൂപ. അങ്ങനെയുള്ള 2 സെറ്റ് വാങ്ങി നമുക്ക് ഫുഡ് ഐറ്റംസ് ഇട്ട് വെക്കാനും പറ്റും, അല്ലാതെ എന്ത് കാര്യത്തിനും പറ്റും. മെഡിസിൻസൊക്കെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ടുള്ളൊരു രൂപത്തിൽ വെക്കാം. പിന്നെ കുറച്ച് കിച്ചൺ ടവൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണ്ടെയ്നർ നമ്മൾ അയക്കുകയല്ല കേട്ടോ, വേറെ ഇത് നമ്മൾ കുട്ടികൾക്ക് പിന്നെ സ്നാക്ക് പോലെ ചെറിയ ഇതൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. ഇത് പിന്നെ നല്ലൊരു ഉപകാരമുള്ള സാധനമാണ്. മക്കൾക്ക് ഹോസ്റ്റലിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഹാങ്ങറാണ്. ഇതിൽ ചിപ്പിടി സാധനങ്ങൾ, സോക്സ്, ഇന്നേഴ്സൊക്കെ ഹോസ്റ്റലൊക്കെ വളരെ കുറഞ്ഞ സ്ഥലത്ത് അല്ലേ നമുക്ക് ചിക്കിടാനുണ്ടാവുള്ളൂ, അലക്കി ചിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ റൂമിൽ തന്നെ ഹാങ്ങർ പോലെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മളെ പ്ലക്കറാണ്, കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണേ. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ പിന്നെ ഹാങ്ങർ, ഷോളൊക്കെ പിന്നെ ഹാങ് ചെയ്തിടാനുള്ള ഹാങ്ങറാണ്. ഇതിപ്പോൾ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ പിന്നെ നാട്ടിലത്തത് ആ കളർ കോമ്പിനേഷനൊക്കെ ഒരു സുഖം ഇല്ലാത്ത തോന്നിയിട്ടാണ് അയക്കാൻ തന്നെ നോക്കി എടുത്തത്. ഇതിൻ്റെ പിന്നെ കുറച്ച് ലോക്കൽ സാധനമാണെന്നുള്ള നാട്ടിൽ കിട്ടുന്നൊരു ഹാങ്ങറാണ് കേട്ടോ. അത് നമ്മൾ ടൈയൊക്കെ കൂടുതലുള്ള ആണുങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഈ ഓരോ ഹോളിലാക്കിയിട്ട് അങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. അങ്ങനത്തെ 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ജഗ് 2 ടൈപ്പ്. പിന്നെ ഗ്ലാസ് ബോട്ടിൽ, നമുക്ക് തിളച്ച വെള്ളം തന്നെ ഉപയോഗിച്ച് ഇതാക്കാൻ പറ്റുന്നതിൻ്റെ ഗ്ലാസ് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഡ്രൈ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡൈനിങ് ടേബിളിൽ ഈ ഒരു പാത്രത്തിൽ കുറച്ച് മുറയായിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ മുതലേ ഇതിങ്ങനെ വെക്കുന്നതായിരുന്നു. അതൊന്ന് മാറ്റി കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയിട്ടുള്ളത്. ഇതിനധികം വിലയൊന്നുമില്ല, 70 രൂപയേ ഉള്ളൂ. അപ്പോൾ പിന്നെ 3 അതെടുത്തു. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഡ്രസ്സിൻ്റെ അകത്ത് പിന്നെ ബ്ലാക്ക് ഡ്രസ്സിൽ വൈറ്റ് പൊടികളും ഇതൊക്കെ ഉണ്ടാവില്ല, അലക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ മിക്സ് ആയിട്ടാകുമ്പം അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അതിനൊരു ടൂളും ഉണ്ട്, റോളർ എന്നാണ് ഇത് പറയുക. ആ റോളർ വെച്ചിട്ട് അങ്ങോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ കംപ്ലീറ്റ് എടുത്ത് പോകും. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിച്ചു തരാം, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതൊരു ആപ്രനാണ്. ഇത് മോളെ റൂമിലേക്ക് പിന്നെ കുഷ്യൻ കവർ വാങ്ങിയതാണ്. ഇതൊക്കെ സിംഗിൾ പീസ് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഒരു പീസിന് 350. ഇത് അയക്കുകയല്ല, വേറെ പിന്നെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുകളൊക്കെ അതേപോലെ കുഷ്യൻ കവേഴ്സാണ്. ഇത് സിംഗിളായിട്ട് ഇങ്ങനെ 2 എടുത്തു. ഇത് പിന്നെ സെറ്റാണ്, 5 ഒരു സെറ്റ്. പിന്നെ അയക്കുകയെന്ന് വാങ്ങിയത് ഈ കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. 399 5 പീസസ്. ഈ കണ്ടെയ്നർ എന്തായാലും നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ വാങ്ങാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഫാമിലിയിലേക്കൊക്കെ പിന്നെ പാർസൽ ഇതൊക്കെ പോകുമ്പോൾ ഒക്കെ ഇത് വേണമല്ലോ. പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇതൊക്കെ കേക്ക് ബാറ്ററൊക്കെ മിക്സ് ചെയ്യാനൊക്കെ നല്ല പാത്രമാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഇത്. പിന്നെ നമ്മളെ നൂലിൻ്റെ സാധനങ്ങൾ, ബീഡ്സ്, പിന്നെ ബട്ടൺസൊക്കെ ഇട്ട് വെക്കാന്നുള്ള രീതിക്ക് വാങ്ങിയതാണ്. ഇതിന് 100 രൂപയേ ഉള്ളൂ. ഇതും അതേപോലെ ഒരു കണ്ടെയ്നറായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് ചെറിയ മോക്ക് ഉളപ്പം വാങ്ങിക്കൊടുത്തൊരു ഡോളാണ്. ഇതും അതുപോലെ തന്നെ കണ്ടെയ്നർ. പിന്നെ കുറച്ച് ബാത്ത് ടവൽസ്, പിന്നെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കണ്ടപ്പോഴും പിന്നെ അങ്ങനെ അങ്ങോട്ട് വാങ്ങിയതേ ഉള്ളൂ. പിന്നെ വാങ്ങിയ കാര്യമായൊരു സാധനമാണ് ഈ ഒരു ബോർഡ്. ഇത് ചെറിയ മോള്, ഇതിന് 1100 രൂപ വിലയുണ്ട്. പക്ഷേ ഈ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ചെറിയ ആൾ ക്രാഫ്റ്റി ബേ ഓളെ ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾക്ക് പല ഐറ്റംസും ഉണ്ടാവും. ഓളെല്ലാം നമ്മൾ കാണുന്നതിൽ അപ്പുറം കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പർപ്പസൊക്കെ ഇതിങ്ങനെ ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഈ സാധനങ്ങളൊക്കെ അവളുടെ
ബ്രഷ്, പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡാണ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി പറയുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഇതിൻ്റെ ചുമരിൽ ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അതിലിങ്ങനെ ഓരോന്നായി ഇതിപ്പോൾ ഇതിന് പല ടൈപ്പ് പാത്രങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം മാത്രം എടുത്തതാണ്. അത് ഈ ഹാളിലിങ്ങനെ കൊളുത്തിയിടും, എന്നിട്ട് ഇതിലോരോന്ന് ഇട്ട് വെക്കും. അത് ആ സെറ്റ് ചെയ്ത് കാണുമ്പോഴേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് ഒരു തവണ ബാംഗ്ലൂർ ഐക്യയിൽ പോയപ്പോൾ അന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ എടുത്തതാണ്. നല്ലൊരു സാധനമാണ്. അവിടെ ഡിസ്പ്ലേയിലൊക്കെ കണ്ടപ്പം ഇതേപോലത്തെ ടേസ്റ്റുള്ള കുട്ടികൾക്ക്, അതായത് ക്രാഫ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലൊരു ഉപകാരമായിട്ടുള്ള സാധനമാണ്. പിന്നെ ഞാൻ കുറച്ച് നമ്മൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. അവിടെ കുറച്ച് ചീപ്പായിട്ട് തോന്നിയപ്പം വാങ്ങിയതാണ്. എലാസ്റ്റിക്, നമ്മൾ പാൻറ്റിനും സ്കേർട്ടിനൊക്കെ വെക്കുന്ന എലാസ്റ്റിക്. ഇതെനിക്ക് ഈ റോളിന് 150 രൂപക്ക് കിട്ടി കേട്ടോ. ഇതും അങ്ങനെ തന്നെ. ഇത് കുറച്ചും കൂടി സ്ട്രെച്ചബിൾ, നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ടൈപ്പിലാണ്. ബ്ലാക്ക് ഒന്നും പിന്നെ വൈറ്റ് ഒന്നും വാങ്ങി. ഇത് പിന്നെ ത്രെഡ് എലാസ്റ്റിക്, നമ്മൾ ബോബിനിൽ ചുറ്റിയിട്ട് ചെയ്യുന്ന ത്രെഡ് എലാസ്റ്റിക് ഇല്ലേ, ഇത് വാങ്ങി. ഇതിന് 80 രൂപയാണ് ഈ ഒരു കെട്ടിന് വാങ്ങിയിട്ടുള്ളത്. ചില ഉള്ളിലേക്കുള്ള സ്ട്രീറ്റുകളിൽ പോയ സമയത്താണ് ഇതൊക്കെ കണ്ടിരുന്നത്. പേരൊന്നും എനിക്കിപ്പോൾ പറയാൻ അറിയില്ല കേട്ടോ. ഇത് ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയത് 120 രൂപക്കാണ്. ഇത് അതേപോലെ 80 രൂപക്ക് കിട്ടിയതാണ്. ഇത് 50 രൂപ. ഇത് നമ്മൾ പിന്നെ സിഗ്സാഗ് ആയിട്ടുള്ള ലേസാണ് വരുന്നത്. ഇതും 50 രൂപക്ക് കിട്ടിയതാണ്. ഇത് 33 മീറ്ററാണ്. ഇത് നമുക്ക് പിന്നെ സ്കാലപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക, ജനോം മെഷീനിലൊക്കെ ബോബിനിൽ ചുറ്റിയിട്ട് സ്കാലപ്പ് ചെയ്യാൻ പറ്റിയ സിൽവർ കളറും ഗോൾഡൻ കളറും ഓരോന്ന് വാങ്ങിയത്. അത് 100 രൂപ വീതമാണ് കേട്ടോ ഓരോന്നിനും. ഇതും 50 രൂപേൻ്റെ സാധനം തന്നെയാണ്. പിന്നെ അവിടെ ഇതേപോലെ തൂക്കിയിട്ട് നൂലുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ അല്ല, ഇത് അര കിലോക്ക് 100 രൂപ. 1/2 കിലോക്ക് 100 രൂപ കണ്ടപ്പം എന്തായാലും നമ്മൾ കുറേ ഇങ്ങനെ തയ്ക്കുന്ന ആളുകൾക്ക് യൂസ്ഫുള്ളാണ്. അവർ ഇങ്ങനെ കൊടുക്കാൻ കാരണം ഇതിൻ്റെ കവറിങ് പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് വാങ്ങി. പിന്നെ ഈ യാണ് വാങ്ങി. മോൾക്ക്, ചെറിയ മോള് ക്രോഷ്യ കൊണ്ട് വർക്ക് ചെയ്യാറുണ്ട്, അപ്പോൾ അത് വാങ്ങി. പിന്നെ എൻ്റെ ടീഷർട്ടുകൾ, അത് മക്കൾക്ക് വാങ്ങിയതാണ്. പിന്നെ നല്ല ലാഭത്തിൽ കിട്ടിയൊരു സാധനമാണ് ഈ ഒരു മീറ്ററിന് 100 രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മോൾക്കൊരു ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ റോങ് സൈഡാണ്, നല്ല വശം ദാ ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു കളർ. ഇതിൻ്റെ പല കളറുണ്ട്. ഇത് മറ്റ് കുറേ ഷോപ്പുകളിലൊക്കെ മീറ്ററിന് 250 പറഞ്ഞതാണ്. നമ്മളിവിടെ നാട്ടിൽ ഇത് കണ്ടതാണ് 350 കണ്ടത്. അപ്പം അങ്ങനെ കണ്ടപ്പം ഓൾ ആഗ്രഹിച്ചൊരു കളറും ആയപ്പം വാങ്ങി. ഇതും അതേപോലെ 100 രൂപ മീറ്ററിന് വാങ്ങിയതാണ്. ഇത് നല്ല കോട്ടൺ തന്നെയാണ്. ഈ സീക്വൻസ് ത്രെഡും കൂടിയുള്ള വർക്ക് പോയിട്ടുള്ളത്. ഇത് നമുക്ക് ഡൈയബിൾ ക്ലോത്ത് ആയതുകൊണ്ട് ഏത് കളറിലേക്കും ഡൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ 2 നൈറ്റ് ഡ്രസ്സാണ് വാങ്ങിയത്. നല്ല മസ്ലിൻ, നല്ല പ്യുവർ സോഫ്റ്റ് ക്ലോത്താണ്. ഇതേപോലെ കഫ്താനാണ് കേട്ടോ. നമ്മൾ കഫ്താൻ തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. നിങ്ങൾ അതൊന്ന് വാച്ച് ചെയ്താൽ മതി. ഇതേപോലെ ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മൾ കണ്ടപ്പോൾ നല്ല കളറും പിന്നെ മെറ്റീരിയലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. മക്കൾക്ക് 2 ആൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഒന്ന് ഇതാണ്, ഒന്ന് ഈ ഒരു കളറാണ്. നല്ലൊരു പേസ്റ്റൽ കളേഴ്സാണ് രണ്ടും വരുന്നത്. രണ്ടും സെയിം സ്റ്റിച്ചിങ് തന്നെയാണ്. ഇതിന് നെക്ക് ഒരു വീനക്കാണ്, ബട്ടണൊക്കെ കൊടുത്ത്. ഇതൊക്കെ വീനൊക്കെ, ഈ വർക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ മെഷീനിൽ ത്രെഡ് ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്ത് ക്യാൻവാസ് വെച്ചിട്ടാണ് ഈ ഒരു പീസ് കൊടുത്തിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെ കറക്റ്റ് ഇതിലുള്ള പ്രിൻറ്റിൻ്റെ കളറ് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനെ ചുരുക്കിയിട്ടാണ് ഇടുക. പിന്നെ ചെറിയ മക്കൾക്ക് 2 ആൾക്കും ഫുൾ സ്ലീവ് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിട്ട് 2 കളറിൽ വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ.
കുറഞ്ഞ സമയം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പർച്ചേസ് എന്നുള്ള ഉദ്ദേശത്തിൽ പോകാത്തത് കൊണ്ട് തന്നെ വല്ലാതെ അതിന് നിന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ. അസ്സലാമു അലൈക്കും.